ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം, രഞ്ജിത്ത് പല രീതിയിലും ഈ അവാർഡ് നിർണയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം നമ്മളെയാണല്ലോ മച്ചമ്പി. വിനായകൻ എന്താണ്? ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല, കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ എന്നെ തുടച്ചു കളഞ്ഞതാണ്. ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമേനോൻ കണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? വിനായകൻ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാനൊരു തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കെടുത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാരും എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. അവന്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടോ? അതിന്റെ ഇരട്ടിയല്ലേ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുക എന്ന്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചോളണം. 100% ഞാൻ യോജിക്കുന്നു. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് എന്താണ് ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എങ്ങനെ ഉണ്ടായതാണ്? ലീല എന്ന് പറഞ്ഞ പടം വലുതാന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഇവര് പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യരായി മാറുന്നതാണ്. ലീല എന്ന് പറഞ്ഞൊരു പടം മുത്തുച്ചിപ്പി വെറും മുത്തുച്ചിപ്പി. മുമ്പ് പത്മ തിയേറ്ററിന്റെ മുമ്പിൽ ചെന്നാൽ കാണാം മുത്തുച്ചിപ്പി ഇങ്ങനെ ഇട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാ. അതിന്റെ അത്രയും പോലും ക്വാളിറ്റി ഇല്ല തന്നെ. അത് ഇരുന്ന് സംസാരിക്കണ ജയനെ പോലെ. ഇവരേത് സമൂഹത്താ ജീവിക്കണത്? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.